ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ആലു പറാത്തയാണ് ചെയ്യുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 2.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സാധാ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇതിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഓയിലിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം പൊട്ടിയതിന് ശേഷം 2 സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. സവാള വഴന്നു വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ പച്ചമുളക്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലിടുന്ന പച്ചക്കറികളെല്ലാം വളരെ ചെറുതായിട്ട് അരിയാൻ ശ്രദ്ധിക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ചാട്ട് മസാല, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നന്നായി വേവിച്ചൊടിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 വലിയ പൊട്ടാറ്റോയാണ് പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുന്നത്. പൊട്ടാറ്റോ നല്ല ഫൈനായിട്ട് മാഷ് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. ഈ സമയത്ത് ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടെ ചേർത്താൽ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച മാവെടുത്ത് നന്നായി ഒന്നും കൂടെ കുഴച്ച ശേഷം ചപ്പാത്തിയേക്കാൾ കുറച്ചുകൂടെ വലിയ ബോൾസാക്കി മുറിച്ചെടുക്കാം. ഈ ഒരു അളവിലുള്ള ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് ഈ ഒരു സൈസിലുള്ള 8 ബോൾസാണ് ഇവിടെ ഉണ്ടാക്കാനായിട്ട് പറ്റിയത്. അങ്ങനെ ഇവിടെ എല്ലാ ബോൾസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരത്താം. അതിനായിട്ട് ഇതിൽ നിന്നും ഒരു ബോൾ എടുത്ത് കുറച്ച് ഗോതമ്പ് പൊടി ആക്കി കൊടുക്കാം. ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ചപ്പാത്തിയുടെ വലുപ്പത്തിൽ പരത്തേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് പരത്തിയെടുക്കാം. ഈ വലുപ്പത്തിലൊന്ന് പരത്തിയെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ചൂടാറിയിട്ടുള്ള ഫില്ലിംഗ് ഒരു 2 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് എപ്പോഴും ചൂടാറിയതിന് ശേഷം വെക്കുന്നതാവും നന്നാവുക. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മസാല ഒരു 15 ചപ്പാത്തിയൊക്കെ ഫില്ല് ചെയ്യാനായിട്ടുണ്ടാകും. ഇനി ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ അതിനൊന്ന് കവർ ചെയ്തെടുക്കാം. ഫില്ലിംഗ് ഒന്നും ഒട്ടും പുറത്ത് പോവാത്ത രീതിയിൽ വേണം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ. കൈ വെച്ചിട്ട് ഫില്ലിങ്ങൊക്കെ ചപ്പാത്തിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് സാവധാനം പരത്തി തുടങ്ങാം. അല്ലാണ്ട് പ്രഷർ കൊടുക്കാതെ പരത്തുന്നതാവും നന്നാവുക. സൈഡുകൾ വേണം പരത്തി കൊടുക്കാൻ. ചപ്പാത്തി ഇതുപോലെ വളരെ തിന്നാക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടിൽ നിന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ നമുക്ക് കുറച്ച് പരത്തി ചുട്ടും എടുക്കാം. എല്ലാം പരത്താൻ നിൽക്കരുത്, കാരണം അതെല്ലാം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്.
ഇനി നമുക്ക് ചുട്ടു തുടങ്ങാം. അതിനായിട്ടൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ് അതൊന്നും തിരിച്ചിട്ട് കൊടുക്കാം. ഓരോ സൈഡ് 30 സെക്കൻഡ് വീതം ചുട്ടെടുത്താൽ മതിയാവും. വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇതിന്മേൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അത് തേച്ച് കൊടുത്താലും നന്നായിരിക്കും. നമുക്കിതിനെ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ചപ്പാത്തിയെ പോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് കുറച്ചുകൂടെ ഓയിലോ ബട്ടറോ ഒന്നും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആലു പൊറാട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ചപ്പാത്തിയും ചുട്ടെടുക്കാം. ശരിക്കും ഇതിലേക്ക് ഒരു കറിയുടെ ആവശ്യമില്ല. കുറച്ച് അച്ചാറോ തൈരോ ഒക്കെ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണിത്. ഇനി നിങ്ങൾക്ക് ഫ്ലേവർ മാറ്റി കൊടുക്കണമെങ്കിൽ ചാട്ട് മസാലയ്ക്ക് പകരം വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ പരത്തിയെടുക്കുമ്പോൾ നല്ല തിന്നാക്കാതിരിക്കാനും അതുപോലെ തന്നെ ഫില്ലിങ് നല്ല ചൂടാറിയതിന് ശേഷം ഫില്ല് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആലു പൊറാട്ട തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.